ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഈ കാണുന്നതാണ് സ്പെൻസർ പ്ലാസ. സ്പെൻസർ പ്ലാസയ്ക്ക് എന്താ പ്രത്യേകത? ഇതാണ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മോൾ ഇൻ ചെന്നൈ. എക്സ്പ്രസ് അവന്യൂ, ഫിനിക്സ് മോൾ, വി ആർ ചെന്നൈ ഇതെല്ലാം വരുന്നതിന് മുമ്പുള്ള മോളായിരുന്നു ഇത്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പോൾ കുറച്ച് ഡള്ളായിരിക്കുന്നു. കാണുമ്പോൾ ഒരു ചെറിയ വിഷമം. ഇവിടെ ഒരുപാട് പർച്ചേസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നും ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നുങ്കമ്പക്കം ഞാൻ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉച്ചനേരമായി. ആ നേരമായപ്പോൾ എനിക്ക് പൊതിച്ചോറ് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് സംഗീത ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഞാൻ പോകുന്നത്. ഹോട്ടൽ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് ചെറിയൊരു കൊച്ചു വർത്താനം അറിയാം. ഇപ്പോൾ ആടി സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവിടെയും സെയിലൊക്കെ ഇട്ട് തുടങ്ങി. ഡയമണ്ട്സിൻ്റെ സെയിലും പപ്പട് ജമാലിൻ്റെ സെയിലും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. എപ്പോൾ വരാം, എന്ന് വരാം എന്തെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യുക. സെയിലൊക്കെ കാണുമ്പോൾ അവരൊക്കെ ബോർഡെല്ലാം ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ പോകുന്നത് നുങ്കമ്പക്കത്തുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. പണ്ടൊക്കെ ഞാനിവിടെ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. പൊതിച്ചോറും ചട്ടിച്ചോറും നല്ല കേരള ബിരിയാണി, തലശ്ശേരി ബിരിയാണി എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേരള സ്റ്റൈൽ ഫുഡ് വേണം തോന്നുമ്പോഴൊക്കെ ഞാനിവിടെ പോയിട്ടാണ് കഴിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഇതാ ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ച നേരമായതുകൊണ്ട് ചെറുതായിട്ട് ക്രൗഡ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. തൊട്ടടുത്തുള്ള ഓഫീസിലുള്ളവരെല്ലാവരും ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് മെനു കിട്ടി. മെനു ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പൊതിച്ചോറ് കഴിക്കാനാണ് പോയതെങ്കിലും വെറുതെ മെനു ഒന്ന് മറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കോക്കനട്ടിൽ ബിരിയാണി കണ്ടത്. ഇതുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇതവർ വെറുതെ ഡിസ്പ്ലേക്ക് ആ ഒരു മെനുവിൽ ചന്തം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്തതാണ് ഇത്ര. ശരി, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഫോക്കസ് പൊതിച്ചോറായിരുന്നു. അങ്ങനെ എൻ്റെ പാർട്ട്ണർ നല്ല ഒരു മീൽസ് ഓർഡർ ചെയ്തു. മീൽസ് നല്ലതാണോ അല്ലയോ എന്നുള്ളത് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. കാണുമ്പോൾ നല്ല അടിപൊളി മീൽസായിട്ട് തോന്നി. എൻ്റെ പൊതിച്ചോറ് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇപ്പോൾ പൊതിഞ്ഞ പോലെ ഉണ്ടത് കണ്ടപ്പോൾ കേട്ടോ. പുതിയ ഫ്രഷ് ആയിട്ടുള്ളൊരു പേപ്പറിൽ പൊതിഞ്ഞ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ സാധാരണ എന്താ, രാവിലെ എല്ലാ ഐറ്റംസും ചോറിലാക്കി വെച്ച് ഇല കൊണ്ട് പൊതിഞ്ഞ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ഉച്ചയാകുമ്പോൾ തുറന്നെടുക്കുമ്പോൾ വരുന്ന ആ മണം ഉണ്ടല്ലോ, ആ മണം ഇവിടെ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ തന്നെത്താൻ വീട്ടിൽ രാവിലെ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ചോറിലാക്കി മുട്ടയും വെച്ച് ചമ്മന്തിയും എല്ലാം വെച്ച് മീൻ ഫ്രൈ, ഇതിൻ്റെ ഇടയിൽ ഒരു മീൻ ഫ്രൈ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനതിപ്പോഴാണ് കണ്ടത്. മീൻ എവിടെയെന്ന് ഞാൻ നോക്കുകയായിരുന്നു. കൂടെ ഒരു ഓംലെറ്റും കുറച്ച് ചമ്മന്തിയും ഒരു പൊരിയൽ, ഇത് പായസം, പിന്നെ ഒരു രസം, പിന്നെ ഒരു സാമ്പാർ, പിന്നെ ഒരു സാലഡ്, നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. ഇത്രയും വിഭവങ്ങളാണ് ഈ പൊതിച്ചോറിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ വിഭവങ്ങൾ ഉണ്ടാക്കിയില്ലേ വീട്ടിൽ തന്നെ ചെയ്ത് ഇല പൊതിഞ്ഞ് ഉച്ചയാകുമ്പോൾ തുറന്നെടുക്കണതാണ് ടേസ്റ്റ് എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഒന്നും വേസ്റ്റ് ആക്കാതെ കഴിച്ചു കേട്ടോ. കേരള ലഞ്ചും ഇതേ അഭിപ്രായം തന്നെയാണ് കേട്ടോ. ഏകദേശം പണ്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം എന്ത് പറ്റിയാവോ? അപ്പം ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് കഴിച്ച് എനിക്ക് എത്ര മാർക്ക് തരാം? ലാസ്റ്റ് കുറച്ച് പരിപ്പ് പായസവും കൂടെ കൂട്ടി അങ്ങനെ വൃത്തിയാക്കി കഴിച്ചു. സ്കെലട്ടൻ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ദേ ചോദിക്കാണ്ട് ഒരു സാധനം കൊണ്ട് തന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഹോട്ടലിൻ്റെ പേരാണ് മിഷ്വാർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.